ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കെ നിയറസ്റ്റ് നെയ്ബറിൻ്റെ പ്രോഗ്രാമാണ് ചെയ്യാൻ പോണത്. അതിൽ കെ നിയറസ്റ്റ് നെയ്ബർ ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ KNN എന്താണെന്ന് മനസ്സിലാക്കണം. ഈ കെ നിയറസ്റ്റ് നെയ്ബർ എന്ന് പറഞ്ഞ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത്ര നെയ്ബേഴ്സിനെ നമ്മൾ പരിഗണിക്കും. നമ്മൾ പുതിയൊരു ഡാറ്റ പോയിൻ്റ് വരുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇത്ര നെയ്ബേഴ്സിനെ നമ്മൾ പരിഗണിച്ചിട്ട് അതായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പുതിയ ഡാറ്റ പോയിൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ. ഇത് നമുക്ക് ക്ലാസിഫിക്കേഷനും അതേപോലെ റിഗ്രഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ കാട്ടുന്നത് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇതുവരെ ചെയ്ത ക്ലാസിഫിക്കേഷനിൽ എല്ലാ വീഡിയോസിലും ചെയ്ത സെയിം ഡാറ്റ സെറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ട്രെയിൻ ടെസ്റ്റ് അതേപോലെ സ്റ്റാൻഡേർഡൈസേഷൻ വരെയുള്ള സ്റ്റെപ്പ് ഓൾറെഡി ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. കാരണം ലാസ്റ്റത്തെ നമ്മൾ ക്ലാസിഫിക്കേഷൻ 2-3 വീഡിയോ പല മോഡലുകൾ ചെയ്തു. അതിലെല്ലാം ഉപയോഗിച്ചാണ് സെയിം ഡാറ്റ സെറ്റാണ്. KNN ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ട്രെയിനിങ് ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് കാരണമാണ് ഇവിടം വരെയുള്ള സ്റ്റെപ്പ് സെയിം ആണ്. അതാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ട് ഓൾറെഡി റൺ ചെയ്ത് വെച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഇതിന് മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ KNNൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ K നെയ്ബേഴ്സ് ക്ലാസിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. അതിരിക്കണത് SKLനിൽ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ് പാക്കേജിൻ്റെ അകത്താണ് അതിരിക്കണത്. ആദ്യം തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇമ്പോർട്ട് ചെയ്യണം. K നെയ്ബേഴ്സ് ക്ലാസിഫയറിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ആണ്. മോഡൽ എന്ന് പറഞ്ഞൊരു പേരിൽ ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ N നെയ്ബേഴ്സ്. ഈ N നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് എത്ര നെയ്ബറിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, നിയറസ്റ്റ് നെയ്ബേഴ്സിനെ പരിഗണിക്കേണ്ടതിൻ്റെ എണ്ണമാണ്. ഇപ്പോൾ ഞാനിവിടെ 9 കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഡാറ്റ പോയിൻ്റ് വരുമ്പോൾ അത് നിയറസ്റ്റ് ആയിട്ടുള്ള 9 നെയ്ബേഴ്സിനെ നോക്കും. എന്നിട്ട് അതിൽ നിന്നാണ് അതിലേതാണോ ക്ലോസ് വാല്യൂ അത് വെച്ചാണ് അത് അസൈൻ ചെയ്യണത്. അതേസമയം ഇപ്പം ഞാനിവിടെ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒറ്റ നെയ്ബറിനെ നോക്കും. എന്നിട്ട് അതിൽ നിന്ന് വാല്യൂ കൊടുക്കും അതിനെ അടിസ്ഥാനമാക്കിയിട്ട്. ഇപ്പോൾ 2 2 നെയ്ബറിനെ നോക്കും. അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നിയറസ്റ്റ് 9 നെയ്ബേഴ്സിനെ നോക്കിയിട്ട് അതിൽ ഏത് ക്ലാസ്സാണോ ഏറ്റവും കൂടുതൽ അതാണ് ആ ക്ലാസ് എന്ത് ചെയ്യും, നമ്മുടെ പുതിയ ഡാറ്റയ്ക്ക് അസൈൻ ചെയ്യും. ഇതും ബാക്കിയുള്ള നമ്മൾ ഇതുവരെ ചെയ്ത മോഡൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ട്രെയിനിങ് സമയത്ത് വേറെ കാൽക്കുലേഷനൊന്നും നടക്കണില്ല, സ്റ്റോറേജ് മാത്രമേ നടക്കണുള്ളൂ. പുതിയൊരു നമ്മൾ ഈ ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ എന്തെങ്കിലും സ്റ്റെപ്പ് വർക്ക് ചെയ്യണേ. നമ്മളിവിടെ ഈ മോഡൽ ഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് മാത്രമേ വന്നോളൂ, സ്റ്റോറിങ് മാത്രമേ വന്നോളൂ. ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് നെയ്ബറായിട്ട്. പക്ഷെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഈ പ്രെഡിക്റ്റ് ചെയ്യണോടത്ത് മാത്രമാണ്. സമയം ബാക്കിയുള്ള മോഡലുകളാണെങ്കിൽ നമുക്കറിയാം ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണോ അതിൻ്റെ അൽഗോരിതം അതിനനുസരിച്ച് അവിടെ കുറേ കാൽക്കുലേഷൻസ് നടക്കണ്ടാവും. ഈ KNNൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ മോഡൽ ഇത് ചെയ്യുമ്പോൾ വേറെ കാൽക്കുലേഷനൊന്നും അവിടെ എക്സ്ട്രാ വേണ്ടി വന്നില്ല. അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റ കൊടുക്കുമ്പോൾ ഇതേപോലെ എത്ര നെയ്ബറാണോ വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്തേക്കണേ ആ നെയ്ബേഴ്സിൽ ഏറ്റവും കൂടുതൽ ഏതാണോ വന്നേ അതനുസരിച്ച് വാല്യൂ പുതിയ ഡാറ്റ പോയിൻറ്റിന് നൽകും. അതാണ് ഇവിടെ ചെയ്യണ പ്രോസസ്സ്. പിന്നെ ഇതിൽ കൊടുക്കാൻ പറ്റുന്ന വേറെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് ക്ലാസിഫൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇതിൽ വേറെ കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ സിൻറ്റാക്സ് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ്. മെട്രിക്സ് എന്ന് പറയുന്നതാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഓരോ നെയ്ബറായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതാണോ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണോ മിൻകോസ്കി ആണോ അങ്ങനെ ഏതാണോ ഉപയോഗിക്കണേ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഡിഫോൾട്ടായിട്ട് മിൻകോസ്കി ഡിസ്റ്റൻസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ നെയ്ബറിൻ്റെ എണ്ണം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ഡിഫോൾട്ടായിട്ട് വന്ന വാല്യൂ എന്ന് പറയുന്നത് 5ആണ് ഈ നെയ്ബേഴ്സിൻ്റെ ഡിഫോൾട്ടായിട്ട് വന്ന വാല്യൂ. അപ്പോൾ ഈ പൊതുവെ നെയ്ബേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറാണ് നമുക്ക് ഈ ഒരു കേസിൽ ഇതിൻ്റെ ആക്യുറസി കൂടുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് റൺ ചെയ്യാം. മോഡലിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റണ്ണായുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണതാണ്. KNN മോഡൽസിൻ്റെ പെർഫോമൻസ് നമ്മൾ സ്കോർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാറ്. അതിൻ്റെ ആക്യുറസി അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇതിൽ പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സും അതേപോലെ ടാർഗറ്റും ഇത് രണ്ടുമാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ നോക്കിയിട്ട് അതതിൻ്റെ ആക്യുറസി പറയും. അപ്പോൾ ഇവിടെ ഞാൻ പാസ് ചെയ്തേക്കണ ടെസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ ടെസ്റ്റിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാർഗറ്റുമാണ് ഈ സ്കോർ എന്ന് പറഞ്ഞ മെത്തേഡിൽ പാസ് ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ ഈ KNN മോഡലിൽ ഈ സ്കോർ എന്ന് പറഞ്ഞ പരിപാടി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാറ്. മറ്റോടത്തൊക്കെ നമുക്കറിയായിരുന്നു നമ്മൾ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ്റെ ബാക്കി കേസുകളിലൊക്കെ നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതൊക്കെ പ്രിൻ്റ് ചെയ്യിക്കായിരുന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എന്ത് മാത്രം പൊതുവെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്യുറസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഇവിടെ ആക്യുറസി പ്രിൻ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നെയ്ബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് ഇത്തിരി കൂടി ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന്. ഞാൻ വേണമെങ്കിൽ നെയ്ബറിൻ്റെ എണ്ണം കുറച്ചുകൂടെ നോക്കാം. റണ്ണായുണ്ട്. ഇപ്പോൾ കണ്ട ആക്യുറസി കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആണെങ്കിൽ അപ്പോൾ ഈ കെയുടെ വാല്യൂ നമ്മളെപ്പോഴും നമ്മുടെ മോഡലിന് ആക്യുറസി ഒരു വിധം കിട്ടണ രീതിയിൽ വേണം കൊടുക്കാൻ. അതിന് പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലരെന്ന് പറഞ്ഞാൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി ട്രൈ ചെയ്യും ആക്യുറേറ്റ് ആവണ വരെ. പിന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്ത് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലൂപ്പ് ഇട്ടിട്ട് ഓരോ തവണ ഈ മോഡലിൻ്റെ കെയുടെ വാല്യൂം അതേപോലെ ഇതിൻ്റെ കിട്ടണ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടണ ആക്യുറസിയും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ലൂപ്പ് ഇട്ടിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കെയുടെ വാല്യൂ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പ് ഇട്ടിട്ട് അത് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്ക് ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും കെയുടെ വാല്യൂ എവിടെ എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്യുറസി കിട്ടണേ. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ KNN ഉപയോഗിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഈ KNN എന്ന് പറയുന്നത് റിഗ്രഷൻ നമുക്ക് ഉപയോഗിക്കാം. അത് വരുമ്പോൾ ഇവിടുത്തെ ഈ സാധനം മാറും. ക്ലാസിഫയർ മാറിയിട്ട് വേറെ സാധനമാണ് വരുന്നത് റിഗ്രഷന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.